തീയാണെന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, ഇത് ശരിക്കും മലയാള സിനിമയിലെ ഒരു ടീസറാണോ നമ്മൾ കണ്ടതെന്ന് തന്നെ സംശയിച്ചു. കാരണം അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ലെവൽ, ഒരു ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ലെവലിലേക്കാണ് അതിൻ്റെ മേക്കിംഗ് വന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു കളർ പാറ്റേൺ ആണ്. നമ്മൾ സാധാരണ മലയാളം ആക്ഷൻ സിനിമയിൽ കാണുന്ന ഒരു കളർ പാറ്റേൺ അല്ല. പിന്നെ സ്റ്റാർട്ട് തന്നെ കാണിക്കുന്നത് നോർത്തേൺ ഇറാൻ എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ഇതിൽ തന്നെ പറയുന്നുണ്ട്, ലൂസിഫറിൽ പറയുന്നുണ്ട്, ഒരു ചെറിയൊരു ഇൻട്രോ പോലെ അതിനകത്ത് ഇൻട്രോ കൊടുക്കുന്നുണ്ടല്ലോ. അത് പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷനിലാണ്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേരെ തെറ്റിദ്ധ, ഈ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പുള്ളി ബിൽഡിങ് ആ ഒരു സംഭവമല്ല. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ പൊളിറ്റിക്കലി അവരുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരെ സോൾവ് ചെയ്യാൻ പവറുള്ള ഒരു അണ്ടർ കവറിലുള്ള ഒരു ഡാർക്ക് വെബിലൊക്കെ മാത്രം സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു പവറാണ്. അങ്ങനത്തെ ഒരു ബിൽഡപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബിൽഡപ്പിൽ തന്നെ നമുക്ക് ഇത്രയും ഗൂസ് ബംസ് തിയേറ്ററിൽ അന്ന് ലൂസിഫറിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ലൂസിഫറിൻ്റെ ക്ലൈമാക്സിൽ നിർത്തി ആ പിന്നെ റഷ്യയിൽ നിന്നുള്ള ആ ഒരു സീൻ എങ്ങനെ നിർത്തിയോ അതിൽ നിന്ന് നേരെ ഇതിനകത്തേക്ക് എമ്പുരാനകത്തേക്ക് കയറിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ആരായിരുന്നു സ്റ്റീഫൻ, ശരിക്കും ആരാണ്, അതായത് അബ്രാം ഖുറേഷി ആരാണ് എന്നുള്ളതിലേക്കുള്ള ആ സീൻസൊക്കെ അതിഗംഭീരം എന്ന് പറയാതെ വയ്യ. പൃഥ്വിരാജ് ചെയ്തു വെച്ചേക്കിരിക്കുന്ന ആ ഒരു സാധനം എന്തായാലും ഞെട്ടിച്ച് നമ്മൾ എന്തായാലും ഒരു വലിയ സംഭവമാണെന്ന് അറിയാം. പക്ഷേ ഈ ഒരു സ്കെയിലിലായിരിക്കും വരുന്നതെന്നറിയില്ല. ടീസർ തീരാറാകുമ്പോൾ ഒരു ഹെലികോപ്റ്ററിന് ഒരു ചെറിയൊരു 3 സെക്കൻഡ് സാധനം ഉണ്ടായി. നമ്മൾ പിന്നെ അത് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ ആ VFX പക്കയാണ്. നമ്മൾ അങ്ങനെ ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടും മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു വേറിട്ട രീതിയിലേക്കുള്ള ഒരു യാത്ര സമ്മാനിക്കുന്ന സിനിമയായിരിക്കും ഇത്. കാരണം ഈ ഒരു ഹൈടെക് ആക്ഷൻ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇതൊരു ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും ഈ സിനിമ എന്നാണ് ടീസർ കണ്ടപ്പോൾ തോന്നുന്നത്. അതെ, കട്ട വെയിറ്റിംഗ്. അതാണ് ഇനി ടീസർ ഇങ്ങനെയുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ ഉണ്ടാവും. 2 മിനിറ്റ് ടീസർ ഇങ്ങനെയാണെങ്കിൽ ഒരു 4 മിനിറ്റ് ട്രെയിലർ കൂടി വന്ന് ഇപ്പോൾ തന്നെ നമ്മൾ മാർച്ച് 27 വളരെ ദൂരെയാണെന്നുള്ളൊരു ഫീലാണ്. നമ്മൾ ആ വെയിറ്റിലാണ് ഇപ്പോൾ. അപ്പോൾ ലാലേട്ടൻ എന്തായാലും നമ്മൾ പറഞ്ഞില്ലേ, എത്ര സിനിമകൾ നമ്മൾ താഴെ വീണു പോയാലും ലാലേട്ടനാണ് ഇൻഡസ്ട്രിയുടെ ഒരേ ഒരു രാജാവ്. അപ്പോൾ രാജാവ് തിരിച്ചു വരികയാണ് തൻ്റെ സിംഹാസനത്തിലേക്ക്. ആ ലെവൽ സാധനമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഗൂസ് ബംസ് ആണ്. എന്തായാലും ഈ സിനിമ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഭേദിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു രക്ഷയില്ല. തീയല്ല, തീപ്പൊരിയാണ്. മലയാളം മൂവീസ് ഇതുവരെ കാണാത്ത വിഷ്വൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ ലാലേട്ടൻ്റെ ലുക്ക്, ബീജിയം, ഞാനത് തെലുഗു, തമിഴ്, മലയാളം എല്ലാം കണ്ടു. എൻ്റെ പൊന്നോ ഫട്ടേ സാധനം. ലൈക്ക് ഇനി വരാൻ പോകുന്ന മലയാളം ഇൻഡസ്ട്രി ബിഫോർ എമ്പുരാൻ ആൻഡ് ആഫ്റ്റർ എമ്പുരാൻ എന്നറിയപ്പെടും. കാരണം ഇതിനകത്ത് പറയുന്ന ഷോർട്സ്, ഫ്രെയിംസ്, പൃഥ്വിരാജ് ഹാസ് ഡൺ ഹിസ് ബെസ്റ്റ്. ആൻഡ് അതുപോലെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് വരുന്നു. ആൻ്റണി പെരുമ്പാവൂർ ഹെവി ബഡ്ജറ്റാണ്, നമുക്ക് കാണുന്നത് അറിയാം. ഒരുപാട് അടിപൊളി ഷോട്ട്, ഒരു തീയിൽ കുതിര ഓടുന്ന ഷോട്ട്, ഹെലികോപ്റ്റർ സീൻസ്, അതൊക്കെ കിഡിലെ ഗ്രാഫിക്സ്. കുറേ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ടൈപ്പ് ആക്ഷൻ സീക്വൻസൊക്കെ കണ്ടു. വളരെ ഗ്ലിംസ് ഉള്ളൂ. ബാക്കി ഇനി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നു. സോ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കൂടി കാണും. പക്ഷേ അതിനകത്ത് തന്നെ പ്രത്യേകിച്ച് ആദ്യം കാണിക്കുമ്പോൾ ഒരു കുരിശ്, അത് ഉൾട്ടയാവുമ്പോൾ നമ്മുടെ ആൾ വരുന്നു. അബ്രാം ഖുറേഷി ഗൂസ് ബംസ് സീനായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ലുക്ക് സെറ്റ് തന്നെ. പക്ഷേ ഡയലോഗ്സൊക്കെ കൂടുതലും നമ്മൾ ഈ പറഞ്ഞ പോലെ ലൂസിഫറിൽ കേട്ട ഡയലോഗ്സാണ്. സോ അത്രയും സീക്രറ്റീവായിട്ടാണ് അത് വെച്ചത്. എക്സ്പെക്ട്ലി വെയിറ്റിംഗ് ഫോർ 27 മാർച്ച് 2025. കാരണം ഇനിയൊരു ഒരു ലാലേട്ടൻ്റെ ഒരു കംബാക്ക് എന്ന് പറയുമ്പോൾ 1.5 കംബാക്ക് ആയിരിക്കും. ആൻഡ് അതിൽ എല്ലാ ലാലേട്ടൻ ഫാൻസും ത്രിൽഡാണ്. സോ അത്ര എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സത്യം, ഇത് കണ്ടിട്ട് നമ്മൾ ഇനി മാർച്ച് 27 ആവണമെന്നുള്ള ആ ഒരു വെയിറ്റിംഗ് പീരീഡ്, ആ ടൈം പീരീഡ് ഭയങ്കര ഈച്ച് ഡേ കൗണ്ടിങ്. ഈ ടീസർ ട്രെയിലർ വരുന്നു ഞാൻ വിചാരിക്കുന്നു. ബട്ട് കൂടുതലൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ കാണിച്ചാണ്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ടോവിനോയുടെ സീൻസ് ഒന്നും ജസ്റ്റ് നിന്നായം പോലെ കണ്ടിട്ടുള്ളൂ. സോ അതിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ എടുത്ത് പറയേണ്ടത് പൃഥ്വിരാജിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. യെസ് ഡൺ ഇസ് ബെസ്റ്റ്. ആൻഡ് അത്രയും അടിപൊളിയായിട്ട് ലാലേട്ടനെ ഇതുവരെ സ്റ്റൈലിഷായിട്ട് നമ്മൾ കണ്ടുള്ളൂ. എനിക്ക് തോന്നുന്നു പണ്ട് സാഗറിലേശ് ആക്കി കണ്ടതാണ് ലൂസിഫറിലെ ലാസ്റ്റ് സീക്വൻസിൽ. അത് എനിക്ക് തോന്നുന്നു ഇത് മൂവിയിലേക്ക് മിക്കവാറും ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ആ ലുക്കായിരിക്കും. അതിൻ്റെ അതിൽ ലാലേട്ടൻ്റെ ഗൺ ഷോട്ട് സീൻ. വെരി എക്സൈറ്റഡ് ഫോർ 27 മാർച്ച്. നിങ്ങളെപ്പോലെ ഞാനും.